ഉടനെ തന്നെ രാജ്യത്തൊരു കലാപം പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇപ്പോൾ റോഹിംഗ്യകളെയും അവിടെയുള്ള ബംഗ്ലാദേശികളെയും പിടിച്ച് പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത് ബംഗാളിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 6 ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ 25 ലക്ഷത്തോളം റോഹിംഗ്യകൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇവർ തെരുവിലിറങ്ങി വലിയ കലാപം സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇന്ത്യയെ തകർക്കാൻ കാത്തിരിക്കുന്ന പല ഭീകര സംഘടനകളും ഇങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കേന്ദ്രം അണിയറയിൽ വൻ സന്നാഹങ്ങളാണ് ഇത് നേരിടാനായി ഒരുക്കുന്നത്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണേന്ത്യയെ ഇവർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. HUT എന്ന് പറയുന്ന ഒരു പുതിയ ഭീകര സംഘടന ഇപ്പോൾ ദക്ഷിണേഷ്യയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു. അത് ബംഗ്ലാദേശിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം രാജ്യത്തെ കുഴപ്പത്തിലാക്കുക മാത്രമല്ല, നിരവധി ഭീകര സംഘടനകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭീകര സംഘടനകൾക്ക് നൽകുന്ന ഈ പുതിയ ജീവൻ ഇന്ത്യക്കെതിരായിരിക്കും. കാരണം അതാണ് അവരുടെ വലിയ അജണ്ട എന്ന് പറയുന്നത്. സുരക്ഷ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി, ഹർക്കത്തിൽ ജിഹാദി ഇസ്ലാമി അല്ലെങ്കിൽ അൻസാറുള്ള ബംഗ്ലാ ടീം എന്നിവ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഇന്ത്യൻ ഏജൻസികൾ നിരവധി തവണ സൂചനകൾ നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ ഭീകര സംഘടനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു ഭീകര സംഘടനകളുടെ പേരാണ് ഏജൻസികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ബംഗ്ലാദേശിൽ പ്രധാന കേന്ദ്രമുള്ള ഹിസ്ബുത്തുൽ തഹ്രീർ HUT ഇപ്പോൾ ദക്ഷിണേഷ്യയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം, തീവ്രവാദവൽക്കരണം, റിക്രൂട്ട് ചെയ്യൽ എന്നിവയിൽ HUT പങ്കാളികളാണെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ പ്രചാരണത്തിലുമുണ്ട്. യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനും ഇന്ത്യ ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതില്ലെന്ന് വരുത്തി തീർക്കുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യ ഫലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല, ഇത് യുവാക്കളുടെ തലയിലേക്ക് അടിച്ചു കയറ്റി യുവാക്കളെ ഇന്ത്യക്കെതിരെ തിരിച്ച് വലിയൊരു കലാപത്തിലേക്ക് നീക്കാനാണ് ഇവരുടെ ശ്രമമെന്നാണ് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും ഈ വിഷയം ഉപയോഗിക്കുന്ന ആദ്യത്തെ സംഘടനയല്ല ഈ HUT എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിസാരമായി കാണാവുന്ന ഒരു സംഘടനയല്ല HUT. ബംഗ്ലാദേശിൽ ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലും അവരുടെ സാന്നിധ്യമുണ്ട്. 2015 ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കാൻ ആദ്യം പദ്ധതി ഇട്ടതും ഈ HUT എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയായിരുന്നു. എന്നിരുന്നാലും ആ പദ്ധതി പാളി. ആ ഓപ്പറേഷനിൽ ബംഗ്ലാദേശ് സൈന്യത്തിലെ 16 സൈനിക ഉദ്യോഗസ്ഥരെ HUT ബന്ധിപ്പിച്ചിരുന്നു. ഇന്ന് ബംഗ്ലാദേശിൽ HUT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. ഇത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ സംഘടനയ്ക്ക് ഒരു പിന്തുണ അടിത്തറ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിത്തറയിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും അതിൻ്റെ പിന്തുണക്കാർ പ്രോക്സി ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്. അവർ ന്യൂഡൽഹിയിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം മാത്രമാണ് ഇവരുടെ ചർച്ചാ വിഷയം എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 2010 ബാറ്റിൽ ഹൗസ് ഏറ്റുമുട്ടലിനെതിരെ പ്രതിഷേധിച്ച് ഏകദേശം 1000 അംഗങ്ങൾ HUTയുടെ പ്രതിനിധികൾ രംഗത്തെത്തിയതാണ് ഇന്ത്യയിൽ HUTക്ക് വലിയൊരു അടിത്തറയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത്. ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് അവർ ഹിറ്റ് സ്ക്വാഡുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹിറ്റ് സ്ക്വാഡുകൾ പുതുതായി സൃഷ്ടിച്ച ശരിയ കോടതികളുടെ പരിധിയിലാണ് വരുന്നത്. കൊല്ലപ്പെടേണ്ട ആളുകളെ ഇവരുടെ അംഗങ്ങൾ തിരിച്ചറിയുകയും ശരിയ കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ജോലി നടപ്പിലാക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഹിറ്റ് സ്ക്വാഡുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ഹിറ്റ് സ്ക്വാഡുകൾക്ക് പുറമെ HUT പ്രചരിപ്പിക്കുന്ന പ്രധാന സാമഗ്രികൾ പരിശോധിക്കുമ്പോൾ ഒറ്റപ്പെട്ട ചെന്നായ ആക്രമണകാരികളെ ആവശ്യമാണെന്ന് കൂടി ഇത് സൂചിപ്പിക്കുന്നു. അതായത് ചാവേർ ആക്രമണകാരികളാണ് ഭീകരതയുടെ ഏറ്റവും മാരകമായ രൂപങ്ങളിൽ ഒന്നായിരിക്കാം. ഇത് ഒരു പ്രത്യേക മോഡ്യൂളിൻ്റെ ഭാഗമല്ലാത്ത സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട ഒരു ചാവേറിനെ ട്രാക്ക് ചെയ്യുന്നത് ഇന്റലിജൻസ് ഏജൻസിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഇന്ത്യ മലയാളം.